യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ സെന്റ് തോമസ് AD 52 കേരളത്തിൽ വന്നിറങ്ങിയത് വെറുമൊരു ഗ്രാമത്തിലേക്കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അദ്ദേഹം വന്നിറങ്ങിയത് അന്നത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെട്രോ നഗരങ്ങളിലൊന്നിലേക്കായിരുന്നു. അതെ, റോമും അറേബ്യയും ചൈനയും ക്യൂ നിന്നിരുന്ന കേരളത്തിന്റെ സ്വന്തം അറ്റ്ലാന്റിസ്, മുസിരിസ്. യേശുവിന്റെ ശിഷ്യൻ പോലും ഇങ്ങോട്ട് വരണമെങ്കിൽ അന്ന് ഈ നാട് എത്രത്തോളം പ്രശസ്തമായിരുന്നിരിക്കണം. ക്രിസ്തു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ കച്ചവടം നടന്നിരുന്നു. ചൈനീസ് പട്ടും അറേബ്യൻ കുതിരകളുമായി വിദേശികൾ നമ്മുടെ തീരത്ത് തടിച്ചുകൂടി. അവർക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമായിരുന്നു: നമ്മുടെ കറുത്ത പൊന്നായ കുരുമുളക്. റോമൻ ചക്രവർത്തിമാർ മുസിരിസിലേക്ക് കപ്പലുകൾ അയച്ചത് പണം കൊണ്ടല്ല, കപ്പലുകൾ നിറയെ തനി തങ്കവുമായാണ്. റോമിലെ സ്വർണം മുഴുവൻ കേരളത്തിലേക്ക് ഒഴുകുകയാണെന്ന് പറഞ്ഞ് അന്ന് പ്ലിനി വരെ പരാതിപ്പെട്ടിരുന്നു. ഈ സമ്പത്ത് കണ്ടാണ് യൂറോപ്പിൽ ഒരു ഭയപ്പെടുത്തുന്ന കഥ പരന്നത്. ഇന്ത്യയിൽ പ്രസ്റ്റർ ജോൺ എന്നൊരു മാന്ത്രിക രാജാവ് ജീവിക്കുന്നുണ്ടെന്ന്. മുസിരിസിൽ നിന്നും റൂമിലേക്ക് പോയ മാർ ജോൺ എന്ന ബിഷപ്പിനെയാണ് അവർ രാജാവായി തെറ്റിദ്ധരിച്ചത്. സത്യത്തിൽ അത് മാജിക്കല്ലായിരുന്നു. മുസിരിസിലെ കച്ചവടക്കാർ സമ്പാദിച്ചു കൂട്ടിയ അളവില്ലാത്ത സമ്പത്തായിരുന്നു. പക്ഷേ പ്രകൃതി ആരെയും അമിതമായി വളരാൻ അനുവദിക്കില്ല. 1341 AD പെരിയാർ നദിയിലുണ്ടായ മഹാപ്രളയം. ഒറ്റ രാത്രി കൊണ്ട്, അതെ, വെറും ഒറ്റ രാത്രി കൊണ്ട് ആ മഹാതുറമുഖം ചെളിയിലും മണ്ണിലും ആഴ്ന്നുപോയി. റോമക്കാരും സെന്റ് തോമസും നടന്നു തീർത്ത ആ വഴികൾ മണ്ണിനടിയിലായി. പിന്നീട് 700 വർഷങ്ങൾ മുസിരിസ് വെറുമൊരു മിഥായി അവശേഷിച്ചു. പക്ഷേ 2007 പട്ടണത്ത് മണ്ണ് നീക്കിയപ്പോൾ ലോകം ഞെട്ടി. കിട്ടിയത് ഇഷ്ടികകളല്ല, 2000 വർഷം പഴക്കമുള്ള റോമൻ വൈൻ കുപ്പികളും അക്കാലത്ത് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് അപൂർവമായ മുത്തുകളും വിദേശ നാണയങ്ങളുമായിരുന്നു. നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ മുസിരിസ് ഇതാ നമ്മുടെ കൺമുന്നിൽ. അടുത്ത തവണ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിണർ കുഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ തൊടുന്നത് സെന്റ് തോമസ് നടന്ന മണ്ണാകാം, അല്ലെങ്കിൽ റോമൻ സ്വർണമാകാം.